എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാലുള്ള ഫലത്തിൽ ശുക്രനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ ഒരു രാശിയിൽ നിന്നാൽ ചാരവശാൽ അതിൻ്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചാരവശാൽ ശനിയും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ നല്ല വാചാലനും ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ സമർത്ഥനുമാവും, അധർമ്മങ്ങളുള്ളവനും കലഹപ്രിയനുമായും വിഷം മദ്യം ഇവകളെ കൊണ്ട് വിസ്തൃതമായ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനുമായും ഭവിക്കും എന്നാണ് പ്രമാണം. ബുധന് ഗുരുവിനോട് യോഗം നേരിട്ടാൽ ആടുന്നതിലും പാടുന്നതിലും മൃദംഗം അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിലും അതിൽ വിദഗ്ധനായിട്ടും ധീരനായിട്ടും പാണ്ഡിത്യവും വിദഗ്ധവും ഉള്ളവനായും തീരും. അടുത്തത് ബുധശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ ജാതനായവന് നീതിമാനായും അനേക വിധത്തിലുള്ള ശില്പവേലകളിൽ താല്പര്യം അറിവുള്ളവനായിട്ടും ധനവാനും നല്ല വാക്കുകൾ പറയുന്നവനായും വേദങ്ങളിലും സംഗീതങ്ങളിലും ഒക്കെ അറിവും പ്രായോഗികപരമായ അറിവുള്ളവനുമായിരിക്കും, വിനോദപ്രിയനുമായിരിക്കും. ശനിയുടെയും ബുധൻ്റെയും യോഗത്തിൽ നിൽക്കുന്നവൻ ക്ഷീണശരീരനും സഞ്ചാരിയുമായിരിക്കും. എപ്പോഴും യാതൊരു കൗശലവും അയാൾക്ക് വശമില്ലാതിരിക്കും. ലോകം മുഴുവൻ അയാൾക്ക് കലഹമുണ്ടാക്കുവാനേ സമയമുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ നല്ല വാക്കുകൾ പറയുവാനും അതുകൊണ്ട് ജനങ്ങളെ വശീകരിക്കാനും അയാൾക്ക് ബിരുദമുണ്ടായിരിക്കും. സമർത്ഥമായി നയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളെയും ഇതിലൊക്കെ ഏർപ്പെടുമെങ്കിലും എല്ലാവരുമായിട്ടും അവരെ നയിപ്പിക്കാനായിട്ടുള്ള അറിവും ഇങ്ങനെയുള്ളവർക്കുണ്ടാകും. ഗുരുശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ ഉത്തമമായ ഭാര്യയോടും ധനത്തോടും കൂടിയവനും ധാർമ്മികവും ഈശ്വര ചിന്തയിലും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും പ്രമാണങ്ങളെ അറിയുക, അവയെ ജനങ്ങളോട് ഉപദേശിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതും ഉള്ള കഴിവുണ്ടായിരിക്കും. താൻ അഭ്യസിക്കുന്ന വിദ്യ കൊണ്ട് ഉപജീവനം ചെയ്യുന്നവനും ആയിരിക്കും. അടുത്തത് വ്യാഴവും ശനിയും ഒന്നിച്ച് നിന്നാൽ അനുഷ്ഠാനങ്ങളിൽ സിദ്ധിയോടുകൂടി കഴിവുണ്ടാവും. ശൂരനായും കീർത്തിയും നഗരാധിപത്യമുള്ളവനായും ഏതെങ്കിലും സംഘടനയുടെയോ സൈന്യത്തിൻ്റെയോ നായകനായും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ഭവിക്കാറുണ്ട്. ഹരിയും ഹരിയും ഹരിയും.